Hello everyone. Welcome to Rahil's Academy. സോ യാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റ് വണ്ണിലുള്ള എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ എന്നുള്ളൊരു ഭാഗമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാലിഡ് ആൻഡ് സോളിഡ് എക്സാം ഓറിയന്റഡ് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും, പക്ഷെ പോയിന്റ്സ് ക്രിസ്പ് ആയിരിക്കണം. ഓക്കെ, ഒരുപാട് വാരി വലിച്ച് എഴുതി എസ് എ രൂപത്തിൽ പഠിക്കേണ്ടതല്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുക. ആ രീതിയിലാണ് ഞാൻ ഓരോ പോയിന്റ്സും കൊടുക്കുന്നത്. ഫൈൻ. എനിവേ ഐ വിൽ സ്റ്റാർട്ട് ദ സെഷൻ. സോ എന്താണ് എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ അല്ലെ? എഫക്റ്റീവ് എന്ന് പറയുന്ന വേർഡ് മീനിങ് തന്നെ എന്താണ്? അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ അതിന്റെ ഒരു എക്സ്ട്രീം വേർഷനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് വേർഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു മീനിങ് ആണ് ഈ എഫക്റ്റീവ് എന്ന് പറയാം അല്ലെ? ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ എന്ന് പറയുമ്പം നമ്മൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ടീച്ചിങ്ങിന്റെ ബിഹേവിയർ എഫക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷനിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഡെഫിനിഷൻ വലിയൊരു കഥ പോലത്തെ ഡെഫിനിഷനാണ്. അപ്പൊ അങ്ങനെ പഠിക്കാതെ ഇതിനെ വളരെ ഷോർട്ടായിട്ട് എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ എന്ന് പറയുന്നത് നോളജ്. നോളജ് എന്ന് പറയുമ്പം ഞാൻ ഒരു അധ്യാപകനാണ്. ഞാൻ നിങ്ങൾക്ക് യു ജി സി നെറ്റ് പേപ്പർ വണ്ണിന്റെ ക്ലാസ്സുകൾ എടുത്തു തരുന്നു. അപ്പൊ ഞാൻ ഈ എടുത്തു തരുന്ന സമയത്ത് യു ജി സി നെറ്റ് പേപ്പർ വണ്ണിന്റെ സിലബസിനെ പറ്റി, ആ ടോപ്പിക്കിനെ പറ്റി കൃത്യമായുള്ള ഒരു അറിവ്, ഒരു നോളജ് എനിക്ക് ഉണ്ടാവണമല്ലോ. അതാണല്ലോ എനിക്ക് വേണ്ടുന്ന കോർ ആയിട്ടുള്ള എൻ്റെ ഒരു ബേസിക് സ്കിൽ എന്ന് പറയുന്നത്. അതൊന്ന് നോളജ്. രണ്ടാമത്തെ എന്താണ്? സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുമില്ല, ഒരു പ്ലാനിങ് ആണ്. ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു പ്ലാനിങ് ആണ് സ്ട്രാറ്റജീസ്. ഇപ്പം ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റ് വണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു അറിയോ? ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം അതില് വളരെ റീസെന്റ് ആയിട്ട് യു ജി സി നെറ്റിന്റെ പി വൈ ക്യൂസിൽ ചോദിക്കുന്ന ടോപ്പിക്സുകൾ എടുത്തിട്ട് ആ ടോപ്പിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുക. അതാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഓരോ ടീച്ചേഴ്സിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. ചില ആളുകൾ പി പി ടി സ്ലൈഡ് തുറന്നിട്ട് വെറുതെ പറഞ്ഞു പോകും. ചില ടീച്ചേഴ്സ് എന്താ അറിയോ, അതിനെ മാക്സിമം ഇൻട്രസ്റ്റ് ആക്കാനും വേണ്ടി ഓരോ ടോപ്പിക്കിൽ ഡിസ്കഷൻസ് ഇടും, ഡിബേറ്റുകൾ നടത്തും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്കിറ്റ് നടത്തും, നാടകങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് എന്നാൽ അതിന്റെ നാടകം നടത്താൻ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു മൈമ് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ സ്ട്രാറ്റജി എന്ന് പറയുമ്പം നമ്മൾ ഒരു സ്പെസിഫിക് ടോപ്പിക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പ്ലാനുകൾ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോളജും സ്ട്രാറ്റജീസുമായി പിന്നെന്താണ്? പ്രോസസ്. പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് അത് ആദ്യം പറഞ്ഞു കൊടുക്കും അല്ലെ? ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ക്ലാസ്സിന്റെ പേര് പറഞ്ഞല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ എന്നുള്ള ടോപ്പിക്കാണ്. അത് പഠിപ്പിക്കുന്നു, കോൺസെപ്റ്റുകൾ പറഞ്ഞു തരുന്നു, അതിനുശേഷം എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നു, അതിനെ ലാസ്റ്റ് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ ലാസ്റ്റ് ഒരു എക്സാം നടത്തുന്നു. അതായത് ടീച്ചിങ്ങിന് കൃത്യമായിട്ടുള്ള പ്രോസസ് അഥവാ സ്റ്റെപ്സുകൾ ഉണ്ടാവണം. അതായത് ആദ്യം കാര്യം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും, അതിനുശേഷം ടോപ്പിക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും, അതിന്റെ എക്സാമ്പിൾസ് കൊടുക്കും, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി കൊടുക്കും, ലാസ്റ്റ് എക്സാം നടത്തും. അതൊരു സ്റ്റെപ്പ് അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് ഇത് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാൻ കോളേജിൽ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു 6 മന്ത്സ് കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താ അറിയോ? ഈ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ജനറേഷൻ സെഡിന് ശേഷമുള്ള കുട്ടികളുമായിട്ട് നമുക്ക് നല്ല ഒരു ബന്ധം, ഇപ്പൊ നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആവാൻ വേണ്ടി യു ജി സി നെറ്റ് എഴുതുന്നുണ്ടാകാം. നിങ്ങൾക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബിഹേവിയർ, അതായത് കുട്ടികളോട് വളരെ എന്താ പറയാ, ലിബറൽ എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടി
അവരെ അവരെ റെസ്പെക്ട് ചെയ്യാം. പണ്ടൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് പറയുന്നതുകൊണ്ട് ചിലപ്പം ആർക്കും ഒഫൻഡ് ആവരുത്. എനിക്കൊക്കെ ഒരുപാട് അധ്യാപകർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഡിസ്റെസ്പെക്ട് നമ്മുടെ അങ്ങനെ ഇങ്ങനെ ഇല്ലാണ്ടായി കളി അല്ലെ. പക്ഷെ അതേ സമയത്ത് ഒരുപാട് വളരെ കുറച്ച് അധ്യാപകർ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് റാഹിൽ എന്റെ പേര് വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ നിനക്ക് പറ്റും. അതായത് നമ്മുടെ ഒരു എക്സിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന അധ്യാപകരുണ്ട്. അവരോട് അവരോടുള്ള ഇഷ്ടം കാരണം തന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ടോപ്പിക് പഠിച്ചു പോകും, അല്ലെങ്കിൽ അവരുടെ സബ്ജക്ട് നമ്മൾ പഠിച്ചു പോകും. എന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ സാറുണ്ടായിരുന്നു. ആ സാറ്, രാകേഷ് സാർ, ഞാൻ സാറിന്റെ ക്ലാസ് പഠിക്കാൻ തന്നെ കാരണം സാർ എന്നോടുള്ള ഒരു ബിഹേവിയർ കാരണം. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നോളജും സ്ട്രാറ്റജീസും പ്രോസസ്സും ബിഹേവിയറും കൂടി കമ്പൈൻ ചെയ്താലാണ് ഗുഡ് സ്റ്റുഡന്റ് ഔട്ട്കം ഉണ്ടാവുക. ഓക്കെ, അത് ആണ് എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. നോളജ് പ്ലസ് സ്ട്രാറ്റജീസ് പ്ലസ് പ്രോസസ് പ്ലസ് ബിഹേവിയർ വിച്ച് ലെഡ് ടു ഗുഡ് സ്റ്റുഡന്റ് ഔട്ട്കം, ദാറ്റ് ഈസ് എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ. അണ്ടർസ്റ്റുഡ്? ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമൊന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓക്കെ, ഇനി ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിൽ രണ്ടെണ്ണാണ് രണ്ട് ടൈപ്സ് ഓഫ് ടീച്ചിങ് ബിഹേവിയറിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് കീ ബിഹേവിയർ ആണ്, അതുപോലെ ഹെൽപ്പിംഗ് ബിഹേവിയർ ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കോൺസെപ്റ്റുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഇൻഡെപ്ത് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എക്സാമിൽ PYQs ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന ടു ടൈപ്സ് ഓഫ് ടീച്ചിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള കീ ബിഹേവിയറെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ കീ ബിഹേവിയറിൽ തന്നെ നമുക്ക് എന്തുണ്ട്, 5 കീ ബിഹേവിയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊപ്പൗണ്ട് ആയിട്ടുള്ള ടി ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1987 ആട്ടോ, എഴുതി വെക്കണേ. 1987 ടി ഗുഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ഈ പറയുന്ന 5 കീ ബിഹേവിയേഴ്സ് എഫക്റ്റീവ് ടീച്ചിങ്ങിൽ കീ ആയിട്ട് വേണ്ടുന്ന 5 ബിഹേവിയറിനെ പറ്റി അത് പറഞ്ഞിട്ടുള്ളത്. സൈക്കോളജിസ്റ്റ് ആവാം. ഓക്കെ, അങ്ങനെയുള്ള ആളുകളാണ് പൊതുവെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാറുള്ളത്. ഓക്കെ, പുള്ളിക്കാരൻ പറയുന്ന 5 കീ ബിഹേവിയേഴ്സിന്റെ ഓരോന്നോരോന്ന് നിങ്ങളെ നോട്ടിലേക്ക് എഴുതുക, പഠിക്കുക കേട്ടോ. ലെസൺ ക്ലാരിറ്റി, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലെസൺ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഒന്നുമില്ല, അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ പോയി നമ്മളൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കാം. അതായത് ഒരു വലിയ കോൺസെപ്റ്റിന്റെ വാലും തലയും ഒരുമിച്ച് പഠിപ്പിക്കാതെ, അതായത് ഇപ്പം മാനേജ്മെന്റ് എന്താണ്, അതിനുശേഷം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിപ്പിക്കുക, അതിനുശേഷം മാനേജ്മെന്റിന്റെ തിയറീസിനെ പഠിപ്പിക്കുക. അപ്പൊ അതിനെ സ്റ്റെപ്പ് ബൈ പ്രോസസ് ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആ കോൺസെപ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യന്റെ തിങ്കിങ് പ്രോസസ്സിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനമാണ് ഇങ്ങനെ ഓരോരോ ചെയിനായിട്ട് പഠിക്കുക എന്നുള്ളത്. അത് പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെന്താണ് അൺകോംപ്ലിക്കേറ്റഡ് ആക്കുക. ഓക്കെ, അതായത് ചില ടോപ്പിക്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യിപ്പിക്കാതെ, അതിനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ ഈസി ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ അവരിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ മിനിമൽ ഡിസ്ട്രാക്ഷൻ കേട്ടോ. അതായത് നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് മാക്സിമം കുറക്കുക. ഡിസ്ട്രാക്ഷൻസ് കുറക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊന്ന് നമ്മുടെ വോയിസ്. ചില ഫാക്കൽറ്റീസ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഈ നമുക്ക് ഇങ്ങനെ റിതം കേട്ട് ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും അല്ലേ. അപ്പം വോയിസ് ഡിസ്ട്രാക്ഷന് വലിയൊരു ഫാക്ടറാണ് ഫാക്കൽറ്റീസിന്റെ വോയിസ്. അതുപോലെ പിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സൗണ്ടിൽ വേരിയേഷൻസ് വരുന്നത് അല്ലെ.
ഒറ്റ സ്ട്രെച്ചിൽ ഒരേ പിച്ചിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറാണ്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു എന്താ പറയാ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒരുപാട് ദൂരം നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം കുറക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ലെസൺ ക്ലാരിറ്റി എന്നുള്ള ഒരു പോയിന്റിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്. എന്തൊക്കെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം, അൺകോംപ്ലിക്കേറ്റഡ് ആയിരിക്കണം, അതുപോലെ മിനിമൽ ഡിസ്ട്രാക്ഷൻസ് മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഒരു സംശയമില്ല അതിലെ. ഫൈൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി അല്ലെ. ഇതും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കുട്ടികളോട് പിന്നെ എൻ്റെ ടീച്ചിങ് പ്രോസസ്സിനെ പറ്റി, മെത്തേഡിനെ പറ്റി ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ട് പേരെഴുതാതെ റാൻഡം ആയിട്ട് തരാൻ പറഞ്ഞു. ബിക്കോസ് ഞാൻ അന്നേരം എൻ്റെ ഫസ്റ്റ് ജോബായിരുന്നു. അപ്പം എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയാ, ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോബായിരുന്നു. അപ്പോൾ എനിക്ക് എവിടേക്കാണ് മാറ്റേണ്ടത് എന്നുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ലൈഫ് മൊത്തം അങ്ങനെയാണ്, നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കണം, നമ്മൾ പഠിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ ആ എല്ലാവരും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ അതൊരു കുട്ടി എഴുതിയൊരു കാര്യമാണ്, സാറ് വെറും ബോർഡ് മാത്രം യൂസ് ചെയ്യുന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആണ്. ശരിയാണ്, ഞാൻ PPT, അതായത് ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ വെറും എന്താ പറയുക വൈറ്റ് ബോർഡ് മാത്രം യൂസ് ചെയ്ത് പഠിപ്പിക്കാതെ വേറെയും ഒരുപാട് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, പ്രൊജക്ടർ വെച്ച് പഠിപ്പിക്കുക, അതുപോലെ തന്നെ ഈ സ്കിറ്റുകൾ ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ചോക്ക് ബോർഡിലൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി പുതിയ ടൂൾസും പുതിയ ടെക്നിക്സും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരണം. അതാണ് ഈ പറയുന്ന സെക്കൻഡ് പോയിന്റിലുള്ള എന്താണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. ക്ലിയർ ആണല്ലോ? ലെസൺ ക്ലാരിറ്റി ഫസ്റ്റ് പോയിന്റ് ആണ്. രണ്ടാമത്തത് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ആണ്. പിന്നെന്താണ്? ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ. ഓക്കെ, ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് എന്താ പറയാ, ഒരു ഒറ്റ സിംഗിൾ സ്ട്രെച്ചിൽ മൊത്തം 1 hour ആണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ക്ലാസ്സിൽ മാത്രം മാറ്റി വെക്കാതെ ഗ്യാപ്പ് ഒക്കെ കൊടുത്ത് കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനെ ഉഷാറാക്കി അല്ലെ, പിന്നെ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് യാത്രകളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ്, അതുപോലെ ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി പറയാ, അതുപോലെ ക്ലാസ്സിൽ പാടാൻ കഴിയുന്ന കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഒരു എന്താ പറയാ, ഒരു ഫ്രീ ടൈം സ്റ്റഡി ടൈം മിക്സ്ഡ് ആക്കിയിട്ട്, ഓക്കെ, പഠിപ്പിക്കുക എന്ന് തോന്നുന്നു ചെയ്യണം, ഫ്രീ ആണെന്ന് തോന്നുന്നു ചെയ്യണം. അത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള ഒരു പിന്നെ പ്രോസസ്സാണ് ഈ പറയുന്നത് ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ ഉള്ള 5 കീ ബിഹേവിയറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ ബിഹേവിയർ ആണ്. ഓക്കെ, പിന്നെ ഫോർത്ത് പോയിന്റ് എന്താണ്? എൻഗേജ്മെന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. ഓക്കെ, എൻഗേജ്മെന്റ് ഇൻ ദി ലേണിംഗ് പ്രോസസ്, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചിങ് മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇനിയുള്ള ഫ്യൂച്ചർ സ്റ്റുഡൻസ് ഒക്കെ എന്ന് പറയുമ്പം ഈ അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ള കുട്ടികളാണ്. അതായത് അവർ 30 സെക്കൻഡ് റീൽസ് കണ്ട് മടുത്ത ആളുകളാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു 1 hour ക്ലാസ് സിംഗിൾ സ്ട്രെച്ചിൽ നമ്മൾ ഒരു പഴയ ട്രഡീഷണൽ മെത്തേഡിൽ നിർത്തി അവർ ക്ലാസ്സിൽ ഇരിക്കത്തേയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് ടെക്നിക്സും ടൂൾസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതാണ് ഈ പറയുന്ന ഫോർത്ത് പോയിന്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്, അതായത് മേക്ക് ടീച്ചിങ് എൻഗേജ്ഡ് എന്നുള്ള ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെന്താണ് സ്റ്റുഡന്റ്, ലാസ്റ്റ് വൺ എന്താണ്? സ്റ്റുഡന്റ് സക്സസ് റേറ്റ് കേട്ടോ. സ്റ്റുഡന്റ് സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ എങ്ങനെ നമ്മൾ കുട്ടികളെ വിലയിരുത്തുക, നമ്മൾ ലാസ്റ്റ് ഒരു എക്സാം നടത്തും അല്ലെ, എക്സാം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ പോയിന്റ്സുകളൊക്കെ പേപ്പറിൽ കാണാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാണ് എക്സാം ഒക്കെ നടത്തുന്ന സമയത്താണ്. ഓക്കെ, ഡു സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രം മൈ ക്ലാസ്, അതാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റുഡന്റ് സക്സസ് റേറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഇതാണ് ടി ഗുഡ് 1987 പറഞ്ഞിട്ടുള്ള എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറിന്റെ 5 കീ ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ബിഹേവിയേഴ്സ് ആണ്. ഒന്നെന്താണ്? ലെസൺ ക്ലാരിറ്റി ആണ്. രണ്ടാമത്തത് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ആണ്. മൂന്നാമത്തത് ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ ആണ്. നാലാമത്തത് എൻഗേജ്മെന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ് ആണ്. അഞ്ചാമത് സ്റ്റുഡന്റ് സക്സസ് റേറ്റ് ആണ്. ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പിംഗ് ബിഹേവിയർ നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് 5 എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറിലുള്ള 5 ഹെൽപ്ഫുൾ ബിഹേവിയറിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ് കേട്ടോ. ഇതും ജെ ബ്രോഫി 1987 തന്നെ കേട്ടോ. ഇതും പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്, ഈ പേര് ഇയറൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണേ, ജെ ബ്രോഫി 1987
ഫൈവ് ഹെൽപ്ഫുൾ ബിഹേവിയർ, ടീച്ചിങ് ബിഹേവിയറിൽ ഫൈവ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബിഹേവിയറിനെ പറ്റി പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ അറിയോ? യൂസിങ് സ്റ്റുഡൻസ് ഐഡിയാസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അതായത് നമ്മുടെ ക്ലാസ്സിൽ ഒരു കോൺസെപ്റ്റിനെ പറ്റി പറയുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്കണോമിക്സിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്നുള്ള ടോപ്പിക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പല കുട്ടികൾക്കും അവരുടേതായ ഐഡിയാസ് പറയാനുണ്ടാവും. സാറേ, ഈ യുക്രൈൻ റഷ്യ വാർ നടക്കുമ്പം അത് ഇൻഫ്ലേഷന്റെ ഒരു ഭാഗമല്ലേ, അതിനെപ്പറ്റി നമുക്ക് അപ്പോൾ ആ കുട്ടികളുടെ ഒരുപാട് ഐഡിയാസ് അവിടെ വരികയാണ്. ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സ്പേസ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ബിഹേവിയർ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്, യൂസിങ് സ്റ്റുഡൻസ് ഐഡിയ ആൻഡ് കോൺട്രിബ്യൂഷൻ. അക്നോളജ് സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസിന്റെ ഐഡിയാസിനും കോൺട്രിബ്യൂഷനും നമ്മൾ എന്ത് ചെയ്യുക, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുക, അതിനെ വാലിഡേറ്റ് ചെയ്യുക, അതിന് സ്പേസ് കൊടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഹെൽപ്ഫുൾ ബിഹേവിയറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. സെക്കൻഡ് വൺ എന്താണ്? സ്ട്രക്ചറിങ് ആണ്. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെ, ക്ലാസ്സസ് ഓർഗനൈസ്ഡ് ആയിരിക്കാം. ഓക്കെ, അതായത് റാൻഡംലി ക്ലാസ്സുകളൊന്നും എടുക്കാതെ കൃത്യമായിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഇന്നൊരു പോയിന്റിനെ പറ്റിയാണ് പറയാം. ഓക്കെ, പ്രോസസ്സിൽ നമ്മൾ ആദ്യത്തെ ഡെഫിനിഷനിലെ പ്രോസസ്സ് എന്നുള്ള ഭാഗത്ത് പറഞ്ഞൊരു പോയിന്റ് ആട്ടോ സ്ട്രക്ചറിങ് എന്ന് പറയാം. ഓക്കെ, ക്ലാസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ ഒരു നല്ലൊരു രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ തേർഡ് വൺ എന്താണ്? ക്വസ്റ്റ്യനിങ്. ക്വസ്റ്റ്യനിങ് എന്ന് പറയുമ്പം, അതായത് പണ്ട് എൻ്റെ ഫാക്കൽറ്റീസ് പറയും, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ബുള്ളറ്റ്സ് പോലെ ക്വസ്റ്റ്യൻസ് വരണം ക്ലാസ്സിൽ എപ്പോഴും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, അതിൽ നിന്ന് നമ്മൾ ഒരുപാട് നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്, ഒരു ഫിലോസഫിയാണ്. അതായത് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുക, അധ്യാപകരും അങ്ങോട്ട് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി എന്താ പറയാ, പിന്നെ ഈ എന്താ പറയാ, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ആ കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾ എപ്പെങ്കിലും ആ ഒരു ആ, ഒരു ഒരു പ്രോസസ്സ് അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന കളേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലോ നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അപ്പൊ കുട്ടികൾ ഓക്കെ യാ, അപ്പൊ സാറേ, അപ്പൊ ഈ സ്മെല്ലിൽ വരുന്ന സമയത്ത് നമ്മൾ ചില പ്രൊഡക്റ്റുകളുടെ മണം കാരണം നമ്മൾ വാങ്ങിച്ചു പോകുന്നില്ല, ന്യൂറോ മാർക്കറ്റിംഗ് ആണ്. സി, അങ്ങനെ ക്വസ്റ്റ്യനിങ് ഉണ്ടാകുന്ന സമയത്താണ് ക്ലാസ്സിൽ നല്ലൊരു പോസിറ്റീവ് അക്കാഡമിക് എൻവിറോൺമെന്റ് ഉണ്ടാവുന്നത്. ക്ലിയർ? പിന്നെന്താണ്? പിന്നെ വരുന്നതാണ് പ്രോബിങ് കേട്ടോ. പ്രോബിങ് എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികളുടെ ഐഡിയാസിനെ എലാബറേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ ഐഡിയാസിന് കോൺട്രിബ്യൂഷൻ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, പ്രോബിങ്ങിൽ അവരുടെ സ്റ്റുഡൻസ് അവരുടെ ഐഡിയാസ് നമ്മൾ എലോബറേറ്റ് ചെയ്യാം. അതായത് കുട്ടികൾക്ക് എപ്പോഴും ഒരു ധാരണ ഉണ്ടാവണം, അവരുടെ ചിന്തകളിൽ നിന്നാണ് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളുടെ ഉള്ളിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കുഞ്ഞു കോൺട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെ എലോബറേറ്റ് ചെയ്യാം, അതിന് ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും, യാ, ഞാൻ ചിന്തിക്കുന്നതിൽ എന്തോ ഒരു കാര്യമായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് എൻ്റെ മൈൻഡിൽ. അത് സ്റ്റുഡൻസിന്റെ തിങ്കിങ് കപ്പാസിറ്റിയെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അത് നമ്മൾ എന്ത് പറയാ, പ്രോബിങ് എന്ന് പറയാം കേട്ടോ. പിന്നെന്താണ്? ടീച്ചർ എഫക്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ബന്ധം, ടീച്ചർ ലേണർ റിലേഷൻഷിപ്പ്, അത് നല്ല ഒരു അക്കാഡമിക് ബന്ധമായിരിക്കണം കേട്ടോ. ഈ അക്കാഡമിക് ബന്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. കുട്ടികളെ നമ്മൾ എന്താ പറയാ, ഒരു ഗ്രോത്ത് അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളുടെ എന്താ പറയാ മെന്റലി അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക്കലി ഗ്രോത്ത് മാത്രം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മരിക്കുവോളം നമ്മൾ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കും ഈ പറയുന്ന ടീച്ചർ ലേണർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്താണ്? ടീച്ചിങ് ബിഹേവിയറിലുള്ള ഹെൽപ്ഫുൾ ബിഹേവിയറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബിഹേവിയർ ആണ്. ഒന്ന് റിവൈൻഡ് ചെയ്യാം.
ക്ലാസ് മൊത്തത്തില്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറിൽ എന്താണ്, നോളജ് പ്ലസ് സ്ട്രാറ്റജീസ് പ്ലസ് പ്രോസസ് പ്ലസ് ബിഹേവിയർ ഈസ് ഈക്വൽ ടു ഗുഡ് സ്റ്റുഡന്റ് ഔട്ട്കം ആണ്. അതുപോലെ തന്നെ 2 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, കീ ബിഹേവിയർ ഉണ്ട്, അതുപോലെ ഹെൽപ്പിംഗ് ബിഹേവിയർ ഉണ്ട്. ഓക്കെ, ഇനി കീ ബിഹേവിയറിൽ തന്നെ അത് പ്രൊപ്പോണ്ട് ചെയ്തത് ടി ഗുഡ് ആണ്, 1987ലാണ്. അതിൽ തന്നെ ഒരുപാട് കീ ബിഹേവിയേഴ്സ് ഉണ്ട്. ലെസൺ ക്ലാരിറ്റി, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി, ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ, എൻഗേജ്മെന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്, അതുപോലെ തന്നെ സ്റ്റുഡന്റ് സക്സസ് റേറ്റ്. ഓക്കെ, പിന്നെ വരുന്നതാണ് 5 ഹെൽപ്ഫുൾ ബിഹേവിയർ ആട്ടോ. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ജെ ബ്രോഫി ആണ്, 1987 തന്നെയാണ്. അവിടെ പുള്ളിക്കാരൻ പ്രൊപ്പൗണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹെൽപ്ഫുൾ ബിഹേവിയർ എന്തൊക്കെയാണ്, സ്റ്റുഡൻസ് ഐഡിയാസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രക്ചറിങ്, ക്വസ്റ്റ്യനിങ്, പ്രോബിങ്, ടീച്ചർ എഫക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറിൽ നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ. സോ നമുക്ക് ഇനി വേറെയും ഒരുപാട് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഐ ഡിസ്കസ് ഓൺ ദ അപ്കമിങ് സെഷൻ. സോ ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. സോ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ അതിൽ ഒരുപാട് നോട്ട്സുകൾ, ഇതിന്റെ PDF, PYQs, അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാം. സോ യു ആർ വെൽക്കം എനി ടൈം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ, yeah, so yeah, that's all about today. Thank you.